പ്രതിഷേധക്കൊടിയുമായി കൂടുതൽ നേതാക്കൾ. CPM സംസ്ഥാന സമ്മേളനം പൂർത്തിയായി പുതിയ സമിതിയൊക്കെ വന്നതിന് പിന്നാലെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. തൽക്കാലം അങ്ങനെ പരസ്യ പ്രതിഷേധമൊന്നും ഇല്ലെങ്കിലും അതൃപ്തി പുകയുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ അതൃപ്തി സൂചിപ്പിച്ച് കടകംപള്ളി സുരേന്ദ്രൻ കൂടി രംഗത്തെത്തുകയാണ്. 2016 നവകേരള മാർച്ചിന്റെ സമാപനത്തിൽ ശംഖുമുഖത്ത് സംസാരിക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ചിത്രമാക്കിയിരിക്കുന്നു കടകംപള്ളി. പിണറായി മുഖ്യമന്ത്രിയാകും മുൻപുള്ള മാർച്ചിന്റെ വിജയശില്പി താനും കൂടി ആണ് എന്ന് അവകാശപ്പെടുന്നതാണ് ചിത്രം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ CPM നേതാക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പറയാനുള്ളത് പറയുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ കാര്യം വ്യാഖ്യാനിച്ചാൽ അവർ അതല്ലെന്ന് പറയും. ഇപ്പോൾ ഇന്നലെ N. സുകന്യയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ഇപ്പോൾ ഇതാ കടകംപള്ളിയുടെ കാര്യത്തിലും ഏതാണ്ട് സമാനമാണ് സ്ഥിതി. ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ പറയും ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇട്ടതാണെന്ന് പറയും. പക്ഷേ കൃത്യമായി ഇതൊക്കെ നിരീക്ഷിക്കുന്ന നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. കടകംപള്ളി എങ്ങനെയാണ് അതൃപ്തി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്? അതുതന്നെയാണ് ശ്രീജ. വ്യാഖ്യാനിക്കാനുള്ളത് അവർ നൽകും. ആ വ്യാഖ്യാനിക്കുമ്പോൾ അതങ്ങനെയല്ല, നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് പറഞ്ഞ് അവർ ഉത്തമ കമ്മ്യൂണിസ്റ്റുകളായി മാറുകയും ചെയ്യും. അതുതന്നെയാണ് CPM നേതാക്കൾ ഇത്തരത്തിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരുപാട് നേതാക്കൾ ഇപ്പോൾ CPM-നുണ്ട്. അവർ പല മാർഗങ്ങൾ അതിന് സ്വീകരിക്കുന്നു. N. സുകന്യ ചെഗുവേരയെ കൂട്ടുപിടിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിലൊരു ഫോട്ടോയാണ് 2014 പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ നവകേരള മാർച്ച്, അത് അതിന്റെ സമാപനം വലിയൊരു സംഭവമാക്കി CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാലികളിലൊന്നാക്കി മാറ്റിയിരുന്നു CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. അന്ന് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം അതിന് മുൻകൈയെടുത്ത ആളാണ്, ചുക്കാൻ പിടിച്ച ആളാണ്. വളരെ വിജയകരമായ ഒരു പൊതുസമ്മേളനം അവിടെ നടന്നിരുന്നു. ആ ഓർമ്മകളാണ് കടകംപള്ളി പങ്കുവച്ചത്, ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്, പ്രൊഫൈൽ ചിത്രമാക്കി മാറ്റിയത്. അത് പങ്കുവയ്ക്കാൻ കാരണം അതുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് കടകംപള്ളിയുടേത് വെറുതെ ഉള്ള ഒരു പ്രൊഫൈൽ ചിത്രം, പണ്ടത്തെ ഒരു ഓർമ്മ പൊടിതട്ടി എടുത്തതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലാണ്, സംസ്ഥാന നേതാക്കളിൽ ഒരാളാണ്, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉൾപ്പെടുത്തുമെന്ന് വലിയ പ്രതീക്ഷ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് വ്യക്തമല്ല. പക്ഷേ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന നിരവധി നേതാക്കൾക്കും പ്രവർത്തകർക്കും അത്തരമൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ തന്നെ സംസ്ഥാന സമിതി വളരെ സീനിയറായ നേതാവാണ്, മന്ത്രി ആയിരുന്നു, ഇപ്പോഴും MLA ആണ്. ആ കടകംപള്ളി ആനാവൂർ നാഗപ്പൻ ആനാവൂർ നാഗപ്പന്റെ ഒഴിവിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു വിശ്വസിച്ച പലരും ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ആനാവൂർ ഒഴിഞ്ഞപ്പോൾ പകരം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ജില്ലാ സെക്രട്ടറി രംഗത്തെ CPM നൽകിയുമില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് ആനത്തലവട്ടം ആനന്ദനും ആനാവൂർ നാഗപ്പനും ശേഷം ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗം ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. എന്നാൽ അത് ജില്ലകൾക്ക് വീതം വെച്ച് നൽകുന്നതല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം, അത് പാർട്ടിക്ക് ആകെയുള്ളത് ആണ് എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിലപാട്. പക്ഷേ അതിനുള്ള അതൃപ്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ചതെന്ന് വ്യക്തമാണ്. ഇന്നലെ N. സുകന്യ പറഞ്ഞതുപോലെ ഇന്ന് കടകംപള്ളിയെ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ ക്യാമറയുമായി സമീപിച്ച് ചോദിച്ചാൽ അതെല്ലാം പൂർണ്ണമായും തെറ്റായ വ്യാഖ്യാനമാണ്. അത്തരത്തിലൊരു അതൃപ്തിയുമില്ല, പാർട്ടി ചെയ്യുന്നതാണ് ശരി എന്നൊരു നിലപാട് തന്നെയാകും കടകംപള്ളി പറയാൻ പോകുന്നത്. പക്ഷേ അതിന്റെ വസ്തുത അതല്ല. കടകംപള്ളി വലിയ അതൃപ്തിയിലാണ്, അദ്ദേഹം വലിയ ദുഃഖിതനാണ്. M. വിജയകുമാർ ഒരുപക്ഷെ ഇത്രയൊന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആളല്ല അദ്ദേഹം. 84 CPM-ന്റെ സംസ്ഥാന സമിതിയിൽ വന്നയാളാണ്. 4 പതിറ്റാണ്ടിലേറെയായി ഒരേ ഘടകത്തിൽ CPM-ന്റെ സംസ്ഥാന സമിതി തുടർന്ന നേതാവാണ്. അദ്ദേഹത്തിന് ശേഷം വന്നവരാണ് പിണറായി ഒഴികെയുള്ള മുഴുവൻ സംസ്ഥാന സമിതി അംഗങ്ങളും. അവരിൽ ചിലർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വന്നു, ചിലർ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നു, ചിലർ പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നു, പലരും സംസ്ഥാന സെക്രട്ടറിമാരായി, ചിലരെങ്കിലും പാർട്ടിയിൽ നിന്ന് വിരമിക്കലുമായി പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോഴും M. വിജയകുമാർ ഇത്രയും വർഷമായി 41 വർഷത്തിലേറെയായി CPM-ന്റെ സംസ്ഥാന സമിതി അംഗമെന്ന ഒറ്റ പദവിയിൽ തുടരുകയാണ്. അതിൽ ചില സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളൊക്കെ ഇന്നലെയൊക്കെ പുറത്തു വന്നിരുന്നു. M. വിജയകുമാറിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ തരം താഴ്ത്തിയിട്ടിരിക്കുന്നു, അദ്ദേഹത്തിനും ഏതാണ്ട് 75 ദിവസം അടുക്കുന്ന നേതാവാണ്, അദ്ദേഹത്തിനും ഇനിയൊരു അവസരം സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകില്ല. അങ്ങനെ എണ്ണിയാൽ അനവധി നേതാക്കളുണ്ട്. അവർ ചിലരൊക്കെ പരസ്യമായി, പത്മകുമാറിനെ പോലെ പരസ്യമായി വരുന്ന അപൂർവ ചിലരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ അമർഷം തങ്ങളുടെ ദുഃഖം സാമൂഹ്യ മാധ്യമ കുറിപ്പിലൂടെ പ്രകടിപ്പിക്കുന്നു. M. വിജയകുമാറിനെ പോലെ മറ്റു ചിലരാകട്ടെ ഒരിടത്തും പരാതി പറയാതെ പാർട്ടിയുമായി ചേർന്ന് പോകുന്നു. അതുതന്നെയാണ് CPM-ന്റെ ഒരു ശൈലിയും. ഏതായാലും ഇത്തരം അമർഷമുള്ളവർ ഇനിയും ധാരാളമുണ്ട്. അത് ഏതൊക്കെ രൂപത്തിൽ പുറത്തു വരുമെന്ന് കാത്തിരുന്നു കാണേണ്ടതുമാണ്.
അരുൺ, അതായത് പരസ്യ പ്രതിഷേധത്തിന് ഇപ്പോൾ പത്മകുമാർ നേരത്തെ തന്നെ ഒരു ഇടഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ പത്മകുമാറിന്റെ കാര്യത്തിൽ നേതാക്കൾക്കൊക്കെ പണ്ടേ സംശയമുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അച്ചടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ എന്തായാലും തൽക്കാലം ഈ പ്രതിഷേധം ഉള്ളിലൊതുക്കി ഇങ്ങനെയൊക്കെ അങ്ങ് പോകും, അല്ലാതെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് എന്തായാലും കാര്യങ്ങളൊന്നും പോവില്ല. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പി ജയരാജൻ ഈ സമ്മേളനം കഴിഞ്ഞ ആദ്യ കമ്മിറ്റിയിൽ തന്നെ തന്റെ പ്രതിഷേധം അറിയിച്ചു, കാര്യമായി തന്നെ അറിയിച്ചു എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പി ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും അവരുടെ ഘടകങ്ങളിലെ സംസ്ഥാന സമിതിയിലാണ് തങ്ങളുടെ വിയോജിപ്പ്, എതിരഭിപ്രായം രേഖപ്പെടുത്തിയത്, എതിരഭിപ്രായം പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ ഒരു പരസ്യപതിവ് തയ്യാറാകില്ല. പി ജയരാജനുമായി ബന്ധപ്പെടുമ്പോഴുമൊക്കെ പാർട്ടി മേഴ്സിക്കുട്ടിയമ്മയൊക്കെ പറയുന്നത് പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ പറയും, അത് പുറത്തു പറയാനുള്ളതല്ല എന്ന നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതികരണങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ്. മറ്റു പല നേതാക്കൾക്കും ഇത്തരം അതിർത്തി ഉണ്ടെങ്കിൽ പോലും അവരും ഈ പരസ്യ പ്രതികരണമായി രംഗത്ത് വരില്ല. അവർ ഒരുപക്ഷെ വീണ്ടും സംസ്ഥാന സമിതിയിൽ ചേരുമ്പോൾ തങ്ങളുടെ നിലപാട് പറഞ്ഞേക്കാം. അതിനപ്പുറത്തേക്ക് ജില്ലാ ഘടകങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ വിമർശനം ഉയർന്നു വന്നേക്കാം. പി ജയരാജനെ വലിയൊരു ആരാധക വൃന്ദമുള്ള നേതാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയിലെ വളർച്ച തടഞ്ഞതും ഈ ആരാധക വൃന്ദത്തിന്റെ അതിരുകടന്ന ഇടപെടലുകൾ തന്നെയെന്നും കൂടി പറയേണ്ടി വരും. അങ്ങനെയുള്ള നേതാക്കളൊക്കെ പാർട്ടിയിൽ മാത്രം വിഷയങ്ങൾ പറഞ്ഞു പോകും. അണികൾക്ക് വലിയ വിഷമമുണ്ട്. അവർ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ കീഴ്ഘടകങ്ങളിലെ ചർച്ചകളിലൂടെയൊക്കെ തീർക്കും. അതിനപ്പുറത്തേക്കൊരു പൊട്ടിത്തെറി വിഷയത്തിൽ CPI പ്രതീക്ഷിക്കേണ്ട. പത്മകുമാർ ഒറ്റപ്പെട്ട സംഭവമായി മാത്രമേ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയൂ. മനസ്സിൽ വിഷമമുള്ള ആളുകൾ, മനസ്സിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ഒന്നുകിൽ പാർട്ടിയിൽ പറയും, അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ പിന്നീട് അത് അവർ ഓൺ ചെയ്യാൻ അവർക്ക് പോലും പറ്റാത്ത തരത്തിലുള്ള ചില സൂചനകളായി മാത്രം അവരുടെ പ്രതിഷേധങ്ങൾ ഒടുങ്ങാനാണ് സാധ്യത. ശരി, CPM നേതാക്കളെയൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഈ ഡീകോഡിംഗ് അത് മാധ്യമപ്രവർത്തകർക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും വിട്ട് നേതാക്കൾ അവരുടെ പ്രതിഷേധം അങ്ങനെയൊക്കെ പ്രകടിപ്പിച്ച് തൽക്കാലം അങ്ങ് പോകും.